മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചുള്ള വാഴ്ത്തുപാട്ട് നിയമസഭയിൽ പാടി PC വിശ്വനാഥ്. പണി വരുന്നുണ്ടവറാച്ച. ആനുകൂല്യങ്ങളെല്ലാം ഇല്ലാതായിട്ട് അവരെന്ത് ചെയ്യും സാർ? ഈ ഇല്ലാതായ ദുഃഖമെല്ലാം കടിച്ചമർത്തിക്കൊണ്ടാണ് സാർ അവര് സെക്രട്ടേറിയറ്റിൽ നിന്ന് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ചെങ്കൊടിക്കു കാവലാൽ ചെങ്കനൽ കണക്കൊരാൾ. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാർ. ചെങ്കൊടിക്കു കാവലാൽ ചെങ്കനൽ കണക്കൊരാൾ. ഞാനൊരു വലിയ സംഭവം അല്ലേ? വർഗബോധ താരയിൽ തൊഴിലാളികൾക്ക് തോഴനായി ഇരുളടഞ്ഞ പാതയിൽ ജ്വലിച്ച സൂര്യനെ. സാർ വയലാർ എഴുതുമോ സാർ ഇതുപോലെ? വയലാർ എഴുതുമോ ഇതുപോലെ? സാറ് ഈ പാട്ടും പാടി ആ സ്റ്റേജിന്റെ പുറയിലോട്ട് പോയി അവര് കൂട്ടക്കരച്ചിലായിരുന്നു സാർ. പാട്ടെഴുതിയ പൂവത്തൂർ ചിത്രസേനന് പുനർനിയമനം കിട്ടി സാർ. ഈ പാവങ്ങൾക്ക് എന്ത് കിട്ടും സാർ? ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ സാർ. അവർ ഈ വിലക്കയറ്റ കാലത്ത് സമരം ചെയ്യുകയാണ്. വിലക്കയറ്റം എന്ന് പറയുമ്പോൾ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു, വെള്ളക്കരം വർദ്ധിപ്പിച്ചു, ബസ് ചാർജ് കൂട്ടി, നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാം വില വർദ്ധിപ്പിച്ചു. കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? ലീവ് സറണ്ടർ കിട്ടുന്നില്ലെങ്കിലും ക്ഷാമബത്ത കിട്ടുന്നില്ലെങ്കിലും ഈ ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ലെങ്കിലും ജീവനക്കാർക്കെല്ലാം മുടങ്ങാതെ കിട്ടുന്നുണ്ട് സാർ. അത് ദേശാഭിമാനിയാണ്. നിർബന്ധമായിട്ട് എടുപ്പിക്കുന്നുണ്ട് അവരെ കൊണ്ട്. സഖാവ് കൃഷ്ണപിള്ളയും അഴുക്കോടനും AKDയും EMSഉം ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിലെ ഇപ്പോഴത്തെ നേതാക്കന്മാരെ മുഴുവനും വെടിവെച്ച് കൊന്നിട്ട് അവര് വീണ്ടും ജയിലിൽ പോയേനെ. പിന്നെ ഞാൻ അങ്ങോട്ട് എങ്ങോട്ട്? അങ്ങോട്ട് പുറത്തേക്ക്. അപ്പൊ ഗുഡ് നൈറ്റ്.